ഹലോ, ഞാൻ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു പൊടിക്കൈ പറഞ്ഞു തരാനാണ് വന്നത്. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലെ ചോറൊക്കെ വെച്ചു. അതിന് കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് അവിയൽ വെക്കാമെന്നാണ് കരുതിയത്. അവിയൽ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ചീവക്കിഴങ്ങ് വേണമായിരുന്നു. നമ്മളിവിടെ ചീവക്കിഴങ്ങെന്നാണ് കേട്ടോ പറയുന്നത്, കൂർക്കയെന്ന് പറയും. അപ്പോൾ അതിൻ്റെ തൊലി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ചിരണ്ടി അങ്ങനെയൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ തുണിയിൽ വെച്ച് ഇങ്ങനെ അടിച്ചൊക്കെയല്ലേ ചെയ്യുന്നത്. അതിനെക്കാട്ടിലും ഈസി ആയിട്ട് ഒരു എളുപ്പ വഴിയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളിത് നല്ലോണം മണ്ണൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത് കളഞ്ഞിട്ട് നല്ലോണം മണ്ണ് കളയണം കേട്ടോ. നല്ലോണം മണ്ണ് കളഞ്ഞ് കഴുകിയെടുത്ത് കളഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. 2-3 വെള്ളത്തിൽ കഴുകിയാലേ ഇതിൻ്റെ മണ്ണൊക്കെ പോത്തുള്ളൂ. നല്ല ഒരു മണ്ണ് പോലും ഇരിക്കരുത്, അത്ര നല്ലതായിട്ട് കഴുകിയെടുക്കണേ. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ചീവക്കിഴങ്ങ് കഴുകിയതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേനും അവിയലിനൊക്കെ ബാക്കിയൊക്കെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീവക്കിഴങ്ങ് പിന്നെ ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ, ഈ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈ വെക്കാനുള്ള ചൂട് ആകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഈ മുക്കിയും കിടക്കുന്ന ഈ ചീവക്കിഴങ്ങിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഞെരിച്ചു കൊടുത്താൽ അതിൻ്റെ തോളിൽ ഈസി ആയിട്ടിങ്ങനെ ഇളകിപ്പോരും. അങ്ങനെ എല്ലാം നമ്മൾ പെട്ടെന്ന് നമുക്കതിങ്ങനെ അതിൻ്റെ തോല് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതേ കണ്ടില്ലേ, ഇത് പെട്ടെന്ന് അടിപൊളിയായിട്ട് നമുക്ക് തോലെല്ലാം ഇളവി കിട്ടിയത്.